أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد ഏറെ പ്രിയപ്പെട്ട വഫിയ വിദ്യാർത്ഥിനികളെ, വഫിയ കോഴ്സിൽ നമ്മൾ 5 വർഷത്തെ പഠനം പൂർത്തിയാക്കി നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ. സ്വാഭാവികമായും പല ഉന്നത വിദ്യാഭ്യാസ മേഖല സ്വപ്നം കാണുന്ന നിങ്ങളുടെ മുന്നിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന വഫിയ PG കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനിരിക്കുന്നത്. നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു മത ഭൗതിക വിദ്യകളുടെ സമന്വയത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരികയും അറബി ഭാഷ, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, ശേഷം തഫ്സീറും ഹദീസും, ഇസ്ലാമിക കർമ്മശാസ്ത്രവും, ഇസ്ലാമിക ചരിത്രവും, ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗ്രാമറും സർഫും തുടങ്ങി പല കാര്യങ്ങളും ഭാഷയിൽ നമ്മൾ പഠിച്ചു. നഹ്വ്, സർഫ്, ബലാഗ തുടങ്ങി ഭാഷയുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ പഠിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സൗഭാഗ്യമുണ്ടായി. ഇനി നമ്മൾ പല ആളുകളും പല മേഖലയിലേക്ക് തിരിക്കുകയാണ്. വഫിയകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിലബസ് ഡിസൈൻ ചെയ്ത കാലത്തു തന്നെ വഫിയകളുടെ വഫിയ PG CIC ഡിസൈൻ ചെയ്തത് അത് കുറെ കൂടെ ആളുകൾ ആ മേഖലയിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഡിസ്റ്റൻസ് മോഡിലായിരുന്നു. കുറെ നേരത്തെ വളരെ കുറച്ച് ശോഭകൾ മാത്രം വഫിയ PGയിൽ ലഭ്യമായിരുന്ന ആ രീതിയിൽ നിന്നു മാറി ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വാഫികളൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ CIC PG തലത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത അല്ലെങ്കിൽ തയ്യാർ ചെയ്ത PGയുടെ മുഴുവൻ സിലബസും ഡിസ്റ്റൻസ് മോഡിൽ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. നമുക്ക് പഠിക്കാൻ സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എന്നു മാത്രമല്ല, നമ്മുടെയൊക്കെ തന്നെ സീനിയർ വഫിയമാർ ഒരുപാട് ആളുകൾ PG പഠനം പൂർത്തിയാക്കി ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയിൽ അവരുടേതായ ഇഷ്ടപ്പെട്ട ശോഭ തിരഞ്ഞെടുക്കുകയും അതിലാഴത്തിൽ പഠിക്കാനുള്ള അവസരം അവർ നേടുകയും അതനുസരിച്ച് വിദ്യാഭ്യാസ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിച്ചു. ഇനി നമ്മുടെ ഊഴമാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മൾ ആലിയ ഘട്ടത്തിൽ തഫ്സീർ പഠനം പൂർത്തിയാക്കിയവരാണ്, ജലാലൈനി പഠിച്ചവരാണ്, ഹദീസ് മിഷ്കാത്തുൽ മസാബിഹ നമ്മൾ പഠിച്ചവരാണ്, ഭാഷയുമായി ബന്ധപ്പെട്ട അൽവാന് അതിലൊക്കെയുള്ള വളരെ പ്രാഥമികമായ ചില അടയാളങ്ങൾ നമ്മൾ കണ്ടതാണ്. ഫിഖ്ഹിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വളരെ ആഴത്തിലുള്ള ഒരു പഠനത്തിൻ്റെ സാധ്യതയാണ് വഫിയ സിലബസ് നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. അത് ശരിക്കും നമ്മൾ ആസ്വദിച്ച് പഠിക്കേണ്ടതാണ്. കേരളത്തിലെ മഖ്ദൂമി പാരമ്പര്യം തൊട്ടുള്ള പണ്ഡിതന്മാരെല്ലാം വളരെ ആഴത്തിൽ പഠിച്ചിരുന്ന കിതാബുകളെ അതുപോലെ സമീപിക്കാനുള്ള അവസരമാണ് നമുക്കൊക്കെ ഒരു വേള കഴിഞ്ഞ തലമുറക്ക് ലഭ്യമാകാതിരുന്ന അവസരം നമുക്ക് മുന്നിൽ CIC ഒരുക്കി തന്നിരിക്കുന്നത്. ഏറ്റവും മികച്ച തഫ്സീർ പഠനങ്ങളിലൂടെ നമുക്ക് കിതാബു വസുന്ന പഠിക്കാൻ കഴിയും. ഹദീസിൻ്റെ വളരെ ആഴത്തിലുള്ള ഷറഹകളും ഹദീസിൻ്റെ നിദാനശാസ്ത്രങ്ങളും ഹദീസുമായി ബന്ധപ്പെട്ട നഖ്ദ്, അതിൻ്റെ സിൽസിലകളെക്കുറിച്ചുള്ള പഠനങ്ങൾ,
അതുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആധുനിക ചർച്ചകൾ, അതൊക്കെ നമുക്ക് അതിൽ പഠിക്കാൻ കഴിയും. ഫിഖ്ഹുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ഫിഖ്ഹിൻ്റെ പുതിയ രീതികൾ, പുതിയ കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾ, അതിനെങ്ങനെയാണ് ഇസ്ലാമിക ഫിഖ്ഹ് പ്രത്യേകിച്ച് മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് പ്രായോഗിക പരിഹാരം കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിഖ്ഹിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ താരീഖും ഇസ്ലാമിക സംസ്കാരം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൻ്റെ അറക്കൽ രാജവംശത്തെക്കുറിച്ച് വരെയുള്ള പഠനം, അതല്ലെങ്കിൽ 921 മലബാർ കലാപത്തെക്കുറിച്ച് വരെയുള്ള ആധികാരിക പഠനം നമ്മുടെ മുന്നിൽ പഠിക്കാനുള്ള അവസരം നമുക്കുണ്ട്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയായ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ പഴയ ടെക്സ്റ്റുകളെ സമീപിക്കുന്ന രീതികൾ, അറബിയുടെ മത്സര പരീക്ഷകൾക്കൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന താരിഖുൽ അദബ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം എന്ന ഒരു സാധ്യതയാണ് വാഫി PG നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിഷയത്തിൽ നമുക്കൊക്കെ താല്പര്യമുള്ള, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ വളരെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമ്മളതിന് മാസ്റ്റേഴ്സ് ആകുന്നത്. PG എന്ന് പറഞ്ഞാൽ തന്നെ MA, MCom, MSc എന്നൊക്കെ പറഞ്ഞ മാസ്റ്റേഴ്സാണ്. മാസ്റ്റർ ഇൻ ആർട്സ്, മാസ്റ്റർ ഇൻ കൊമേഴ്സ് എന്നൊക്കെ പറയുന്ന വിഷയത്തിൽ വളരെ നിപുണരാവുക, ആധികാരികമായ അഭിപ്രായങ്ങളും അതിനെ വിശദീകരിക്കാനുള്ള കഴിവുമൊക്കെ നേടിയെടുക്കുക എന്നതാണ് ശരിക്കും ഈ PG പഠനം കൊണ്ട് അർത്ഥമാക്കുന്നത്. UGയും PGയും എങ്ങനെ വ്യതിരിക്തമാകുന്നു എന്ന് ചോദിച്ചാൽ, UGയിൽ ഉസ്താദുമാർ പറഞ്ഞു തരുന്ന, ഇമാമുകൾ പറഞ്ഞു തന്ന ഇമാമുകളുടെ അഭിപ്രായത്തെ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് ഒരുപാട് കാര്യങ്ങൾ ജംഅ ചെയ്യുന്ന രീതിയാണ് ഡിഗ്രി തല വിദ്യാഭ്യാസം. പക്ഷെ PGയിൽ അതായിരിക്കില്ല. പല ആളുകൾ പറയുന്നത് നമ്മുടെ ചിന്ത മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ അപഗ്രഥിച്ചും അതിനെ ഷറഹ് ചെയ്തും അതിനെക്കുറിച്ച് ആലോചിച്ചും മറ്റു പണ്ഡിതന്മാർ എന്തൊക്കെയാണ് വിഷയത്തിൽ പറഞ്ഞത് എന്ന രീതിയിൽ അതിനെ നഖദ് ചെയ്തും എന്നിട്ട് ഏറ്റവും മികച്ച സ്പഷ്ടമായ ഒരു പോയിന്റിലേക്ക് എത്തലാണ് ശരിക്കും PG പഠനം. ആ അർത്ഥത്തിൽ UGയും PGയും വ്യത്യസ്തമാകുന്നത്, UG നിങ്ങൾ വിഷയങ്ങളെ ക്രോഡീകരിക്കുന്ന ഘട്ടമാണ്, PG നിങ്ങൾ വിഷയത്തെ കൃത്യമായി അപഗ്രഥിക്കുന്ന, അതിനെ കൃത്യമായി ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്ന ഘട്ടമാണ്. നിങ്ങൾ വിഷയത്തിൽ മാസ്റ്റേഴ്സ് ആവാൻ പോകുന്നവരാണ്. വഫിയ സംവിധാനം, അതിൻ്റെ ഡിഗ്രി തലം വളരെ കോംപ്രിഹെൻഡായാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിൽ നിന്നുള്ള വിഷയങ്ങൾ നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നു. PG കുറെ കൂടെ സ്പെഷ്യലൈസേഷൻ്റെ ഘട്ടമാണ്. നിങ്ങൾ ഖുർആൻ ഹദീസ്, അതാണ് കിതാബ് വസുന്ന എന്ന ഷുഅബയാണ് എടുക്കുന്നതെങ്കിൽ 3 ഖിസ്മുകളിലായാണ് വഫിയ PG നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഉസൂലുദ്ദീൻ, ശരിഅ ഇസ്ലാമിയ, ലുഗ വൽ ഹളാറ. ഉസൂലുദ്ദീനിൽ സ്വാഭാവികമായും വരുന്നത് കിതാബ് വസുന്ന എന്ന് പറയുന്ന ഒരു ഷുഅബയും അൽ അഖീദ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മറ്റൊരു ഷുഅബയുമാണ്. ഖിസ്മു ശരിഅ അൽ ഇസ്ലാമിയയിൽ ഖിസ്മുൽ മുആമലാത്തും ഫിഖ്ഹുൽ മുആമലാത്തും ശുഅബത്തുൽ മുആമലാത്തും അതുപോലെ തന്നെ ശുഅബത്തു ഫിഖ്ഹിൽ ഉസ്രയെക്കുറിച്ച്, ഫാമിലി ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെ മുആമലാത്തുകളെ കുറിച്ചുള്ള 2 ശുഅബയായിട്ടാണ് അത് വരുന്നത്. മൂന്നാമത്തെ ഖിസ്മായ ഖിസ്മുൽ ലുഗ വൽ ഹളാറയിൽ അതിൻ്റെ ഉൻവാന് സൂചിപ്പിക്കുന്നത് പോലെ, ഹെഡിങ് പറയുന്നത് പോലെ, അതിൽ അറബി ഭാഷയെക്കുറിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിക നാഗരികതയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് പഠനം. നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിക വിഷയങ്ങളിലെ ഡിഗ്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, മറിച്ച് ഒരു വിഷയത്തിൽ നിങ്ങൾ ആധികാരികമായി PG ചെയ്യണം എന്നത് നിങ്ങൾ ഈ സിലബസ് കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾ കിതാബ് വസുന്നയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഷാമിലായ രീതിയിൽ, വളരെ ബൃഹത്തായ രീതിയിലുള്ള കിതാബ് വസുന്നയുടെ ഷുഅബയാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ശരിക്കും അത്ഭുതമാണ്. ഓരോ സെമസ്റ്ററിലും നമ്മൾ തഹ്ലീലിയായിട്ട് ഒരു തഫ്സീർ പഠിക്കുന്നു, മൗദൂഇയായിട്ട് മറ്റൊരു തഫ്സീർ പഠിക്കുന്നു. അതിനൊക്കെ ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ
ഷറഹുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അതിൻ്റെ റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വേറെയും 2-3 തഫ്സീറുകൾ നമ്മൾ ഓരോ ഘട്ടത്തിലും പഠിച്ചു മുന്നേറുന്നു. അങ്ങനെ വരുമ്പോൾ ഏറെക്കുറെ ഒരു ഒരു കിതാബു വസുന്നയുടെ പഠനം നിങ്ങൾ ഷുഅബ 2 വർഷത്തെ പഠനം പൂർത്തിയാക്കുമ്പോഴേക്ക് ഇസ്ലാമിക പ്രാമാണിക ലോകത്തെ ഏറ്റവും മികച്ച 24ഓളം തഫ്സീറുകളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. തഫ്സീറുൽ റാസി ഉണ്ടതിൽ, തഫ്സീറുൽ ബൈളാവി ഉണ്ടതിൽ, അതുപോലെ തന്നെ തഫ്സീറുൻ നസഫി ഉണ്ടതിൽ, പിന്നെ തഫ്സീർ ഇബ്നു കസീർ ഉണ്ടതിൽ, പിന്നെ ഫിരിഹാബി തഫാസീർ എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് കിഷ്കിനെ പോലെയുള്ള അധികായകർ എഴുതിയ തഫ്സീറുകളുണ്ട്. അങ്ങനെ തൊൻതാവിയുടെ ജവാഹിറുണ്ട്. ലോകപ്രശസ്തമായ പണ്ഡിതർ എഴുതി വെച്ച ഒരുപാട് തഫ്സീറുകളുടെ ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അത് അവിടെ നിന്ന് പോന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ നാട്ടുകാരൻ ബഹുമാനപ്പെട്ട കുറ്റനാട് ഉസ്താദിൻ്റെ തഫ്സീർ വരെ നമ്മൾ നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്. ഇത്ര ഗംഭീരമായി, ഇത്ര ആഴത്തിൽ, ഇത്രയധികം തഫ്സീറുകളെ സമീപിക്കാൻ കഴിയുക എന്നത് ഒരു ഇസ്ലാമിക പണ്ഡിത വിദ്യാർത്ഥിനി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പണ്ഡിത വിദ്യാർത്ഥി എന്ന രീതിയിൽ അത്ര ആഴത്തിലും അത്ര സജീവമായും അത്ര ആധിക്യത്തിലും തഫ്സീറുകളെ സമീപിക്കാൻ മറ്റൊരു സിലബസ് അവസരം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്ര സജീവമായ തഫ്സീറുകൾ, അതിനെക്കുറിച്ചൊക്കെ വലിയ ആഴത്തിലുള്ള ക്ലാസ്സുകൾ. ശരിക്കും അത്ഭുതമാണ് ഓരോ തഫ്സീറുകളുടെ രചനാ ശൈലി, ഓരോ മുഫസ്സിറുകളുടെ രീതിശാസ്ത്രം. തഫ്സീറിൽ അവർക്കൊക്കെ ഓരോ മനാഹിജുകൾ ഉണ്ടാകും. ആ മനാഹിജുകളെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. മനാഹിജുൽ മുഫസ്സിരീൻ എന്ന് പറയുന്ന മുഫസ്സിറുകളുടെ രീതി എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. തഫ്സീർ ലോകത്തുള്ള ഇസ്രായേലിയാത്തിനെ കുറിച്ച്, നമുക്ക് ഇസ്ലാമിക ലോകത്ത് തഫ്സീറുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് എന്താണ് നമ്മൾ പ്രതിവിധി പറയുന്നത്, എന്താണ് നമ്മൾ പരിഹാരം പറയുന്നത്, ഓറിയന്റലിസ്റ്റുകളുടെ ആരോപണം, പുത്തൻ മതനിരാസകരുടെ ആരോപണം, അതിനൊക്കെ ഏതു രീതിയിൽ നമ്മൾ മറുപടി പറയുന്നു എന്നതുകൂടെ കിതാബു വസുന്നയുടെ വളരെ ബൃഹത്തായ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം കിതാബു വസുന്നയാണല്ലോ. ഒന്നാമത്തെ ഷുഅബയിലെ രണ്ടാമത്തെ ഭാഗം സ്വാഭാവികമായും സുന്നത്തുമായി ബന്ധപ്പെട്ടതാണ്. ഹദീസുമായി ബന്ധപ്പെട്ട വളരെ ആഴത്തിലുള്ള ചർച്ച. സിഹാഹു സിത്ത, അതായത് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രാമാണികമായ തിരുനബിയുടെ ഹദീസ് സമാഹരിച്ച പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ നമ്മൾ ഇഴകീറി പരിശോധിക്കുന്നു. ബുഖാരി ഷരീഫ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് നമ്മൾ പഠിക്കുന്നുണ്ട്, അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് പഠിക്കുന്നുണ്ട്, ഇമാം തുർമിദിയുടെ പഠിക്കുന്നുണ്ട്, ഇബ്നു മാജയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, നസാഇ ഇമാമിൻ്റെ കിതാബ് പഠിക്കുന്നുണ്ട്, മുവത്തയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ സജീവമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെയൊക്കെ പ്രത്യേകത, ഏതൊക്കെ രീതിയിലാണ് ഫിഖ്ഹിന്റെ ബാബുകൾ അതിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്, വിഷയങ്ങൾ എങ്ങനെയാണ് തബൂബ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ ഇസ്ലാമിക പ്രാമാണിക ലോകത്തെ വലിയ ഗ്രന്ഥങ്ങളെ മുഴുവൻ ബേസിക്കലി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ കിതാബു വസുന്ന നിങ്ങൾ പഠനം പൂർത്തിയാക്കുമ്പോഴേക്ക്, ഈ ഷുഅബയിൽ നിങ്ങൾ പഠനം പൂർത്തിയാക്കുമ്പോഴേക്ക് കേരളത്തിൽ ഇരുത്തം വന്ന പണ്ഡിതന്മാരുടെ ആ ഒരു ഗഹനത, ഗാംഭീര്യം, പഠന മേഖലയിലുള്ള ആഴം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത് നിങ്ങൾ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ വഫിയകളായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറവൊന്നും വരാൻ പോകുന്നില്ല. ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ്, ഏറ്റവും മികച്ച ഉസ്താദുമാരുടെ ക്ലാസ്സുകളാണ്. യൂസുഫ് അസ്ഹരിയെ പോലെയുള്ള, ഹക്കീം ഉസ്താദിനെ പോലെയുള്ള, അതുപോലെ തന്നെ കുഞ്ഞാം ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ നമ്മൾ ഇൻഷാ അള്ളാഹ് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും PG പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും. അതുപോലെ തന്നെ അൽ-അസ്ഹറിലൊക്കെ പോയി പഠിച്ച് PhD നേടിയ വിഷയത്തിൽ ആധികാരികമായി പറയാൻ പറ്റുന്ന വലിയ വഫി പണ്ഡിതന്മാരും അതല്ലാത്ത ആളുകളൊക്കെ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് വിഷയത്തിൽ ക്ലാസ് എടുക്കാനുണ്ടാകും. അതിനുശേഷം പിന്നെ അഖീദ ഇസ്ലാമിയയാണ്, അല്ലെങ്കിൽ ഹറക്കാത്ത്, അതുപോലെ തന്നെ ഐഡിയോളജികളെ കുറിച്ചുള്ള പഠനം. അഖീദ അത് ഇസ്ലാമിക ലോകത്തെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, മതനിരാസത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച സബ്ജക്റ്റും ഷുഅബയുമാണത്. അത് എടുക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം ഐഡന്റിറ്റിയിൽ നമ്മളിങ്ങനെ ആത്മാഭിമാനത്തോടു കൂടെ നിൽക്കാൻ, വളരെ അഭിമാനബോധത്തോടു കൂടെ നമുക്ക് നിൽക്കാൻ കഴിയുക ശരിക്കും അഖീദയെക്കുറിച്ച് നമുക്ക് ആധികാരികമായുള്ള പഠനം, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ നമുക്കതിനെ പഠിക്കാൻ കഴിയുമ്പോഴാണ്. ഒരുപാട് ഇസങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇസങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇസ്ലാമിനെ നഖശികാന്തം എതിർക്കുന്ന ആളുകളെക്കുറിച്ച് വരെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നുണ്ട്. എന്താ പറയുക, ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാം മുഴുവൻ തെറ്റാണെന്ന് പറയുന്നവരെ നമ്മൾ പഠിക്കുന്നു. ദൈവരാഹിത്യം അല്ലെങ്കിൽ ദൈവനിരാസം പറയുന്ന അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകളുടെ
കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നു, അത് മുഴുവൻ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അതിന് ഏറ്റവും മികച്ച രീതിയിൽ മറുപടി പറയാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് റമളാനുൽ ബൂത്തിയുടെയൊക്കെ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ പുതിയ പണ്ഡിതന്മാർ എങ്ങനെയൊക്കെയാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി വളരെ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസൂലുദ്ദീനിൽ ഈ 2 ശുഅബയാണ് നമ്മൾ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ 2 ശുഅബയാണ് വഫിയ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ അഖീദയിലുള്ള പുതിയ പഠനങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആരോപണങ്ങൾ, എന്തുകൊണ്ട് രവിചന്ദ്രൻ നമുക്കുറിച്ച് കുറ്റം പറയുന്നു, സോഷ്യൽ മീഡിയയിൽ അതല്ലെങ്കിൽ പുതിയ നവലോകക്രമത്ത് ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഇസ്ലാമിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അതിനേതു രീതിയിൽ നമുക്ക് മറുപടി പറയാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെയുള്ള വളരെ ആഴത്തിലുള്ള പഠനമാണത്. ശരിക്കും ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള പഠനങ്ങളും അതിലുള്ള ചർച്ചകളും അതിലുള്ള പുതിയ മാനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ആത്മാഭിമാനത്തോടു കൂടെ നമ്മുടെ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാനും ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നതിനെ തിരുത്തി കൊടുക്കാനും ഇസ്ലാമിക നിലപാട്, ഇസ്ലാമിക വിശ്വാസ സംഹിത അത് അത്ര പെട്ടെന്ന് ആളുകൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സംഹിതയല്ല ഇസ്ലാമിക വിശ്വാസ സംഹിത എന്ന് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആത്മാഭിമാന ബോധത്തോടു കൂടെ ആളുകൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രബോധകനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ശുഅബത്തുൽ അഖീദ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായും 2 ഫിഖ്ഹുമായി ബന്ധപ്പെട്ട 2 ശുഅബകളാണ്. ഒന്ന് ശുഅബത്തു ഫിഖ്ഹിൽ മുആമലാത്ത്, 2 ശുഅബത്തുൽ ഫിഖ്ഹിൽ ഉസ്റ. മുആമലാത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം, അത് ശരിക്കും ട്രാൻസാക്ഷണൽ, നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഫിഖ് ഇടപാടിന്റെ ഫിഖ്ഹാണ്. അതിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും, അതിൽ പലിശയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരും, അതിൽ ഇസ്ലാമിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. അതൊക്കെ പഠിച്ച ആളുകൾ അതിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി മലേഷ്യയിലൊക്കെ പോകുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഹയർ സ്റ്റഡീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വിശാലമായ സാധ്യതകളാണ് ഫിഖ് നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. വഫിയ സിലബസിലുള്ള ഫിഖ് നമുക്ക് മുന്നിൽ പുതിയ ലോകത്തേക്കുള്ള വാതായനങ്ങളാണ് തുറക്കുന്നത്. ഫിഖിന്റെ മക്കാസിദുകൾ, എന്തുകൊണ്ട് ഫിഖ് ഈ നിയമം ഇങ്ങനെയായി, എന്താണ് അള്ളാഹുവിന്റെ ഈ ഫിഖിന്റെ ഇങ്ങനെയൊരു ശരീഅത്ത് ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കുക. ഖവായിദു ഫിഖ്ഹിയ, അൽ ഖവായിദുൽ ഫിഖ്ഹിയ, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. മക്കാസിദുകളെ കുറിച്ച് പഠിക്കുക, ഉസൂലുകളെ കുറിച്ച് പഠിക്കുക. ശരിക്കും എങ്ങനെയാണ് പുതിയ നവലോകക്രമത്തിൽ വരുന്ന ഫിഖ്ഹി പ്രശ്നങ്ങൾ, കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മറുപടി പറയാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ശരിക്കും വഫിയ PG ഘട്ടത്തിലുള്ള ഫിഖ്. ഇത് ഫിഖ്ഹുൽ മുആമലാത്ത് എന്ന് പറയുന്ന ഈ രീതിയുണ്ട്. മറ്റൊരു കാര്യം ഫിഖ്ഹുൽ ഉസ്റ, ശുഅബത്തു ഫിഖ്ഹിൽ ഉസ്റ, അത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയുന്നത് പോലെ അത് കുറെ കൂടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഫിഖ്ഹാണ്. അതിൽ നിക്കാഹ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ തൊലാഖ്, ഫസ്ഖ്, അതുപോലെയുള്ള മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഫിഖ് നമ്മെ സമഗ്രമായി പൊതിഞ്ഞു നിൽക്കുന്നത് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഫിഖ്ഹിന്റെ വശമാണ് നമ്മൾ ഫിഖ്ഹിന്റെ ഈ മേഖലയിൽ പഠിക്കുന്നത്. ഇതിലൊക്കെ ഖവായിദും അതുപോലെ തന്നെ മഖാസിദും, ഫിഖ് എന്തുകൊണ്ട് ഫിഖ്ഹിന്റെ നിയമങ്ങൾ എങ്ങനെയായി, എന്തുകൊണ്ട് ഫിഖ്ഹിന്റെ നിയമങ്ങൾ കുറെ കൂടെ യുക്തിഭദ്രമായി തീരുന്നു എന്നതിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിലുള്ള പഠനമാണ് ശരിക്കും ഫിഖ്ഹുമായി ബന്ധപ്പെട്ടുള്ള പഠനം. മൂന്നാമത്തെ ഖിസ്മു അൽ-ലുഗ വൽ ഹളാറ. ഇത് ശരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ആഴത്തിൽ പഠിക്കേണ്ട ഖിസ്മാണെന്ന് ശരിക്കും എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ ആദ്യത്തെ ശുഅബത്തുൽ ലുഗ വൽ അദബാണ്. അതായത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട വളരെ ആഴത്തിൽ നിങ്ങൾ അതിൻ്റെ സിലബസ് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ അറബി ഭാഷയുടെ ഒരു കൊമേഴ്ഷ്യൽ സാധ്യത, അതിൻ്റെ ഗൾഫ് GCCയിലൊക്കെയുള്ള അതിൻ്റെ സാധ്യതകൾ ഇത്ര സജീവമായി പഠിപ്പിക്കുന്ന സിലബസ് ഒരു പക്ഷേ അല്ലെങ്കിൽ ഇത്ര കോംപ്രിഹെൻഡായി നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു സിലബസ് നമ്മുടേതാണ്. അതിൽ താരിഖുൽ അദബുണ്ട്, അതായത് അദബിൻ്റെ ചരിത്രം ജാഹിലിയ കാലഘട്ടം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളത്, ഉമവികളുടെ കാലഘട്ടത്തിൽ, അബ്ബാസികളുടെ കാലഘട്ടത്തിൽ, സ്പെയിനിന്റെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ മഹ്ജർ ലിറ്ററേച്ചറുകൾ, ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ, കേരളത്തിലെ ലിറ്ററേച്ചർ, ഇത് മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. താരിഖുൽ അദബ്, ഈ താരിഖുൽ അദബിന്റെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മത്സര പരീക്ഷകളായ JRF, അതുപോലെ തന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, നെറ്റ്, അതിൽ തന്നെ
പ്രൊഫസർഷിപ്പിന് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, അതിനൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സിലബസിന്റെ ഭാഗമായി തന്നെ ഒരുപാട് മൊഡ്യൂളുകളും മറ്റും നൽകപ്പെടുന്നുണ്ട്. അതുമാത്രം പഠിച്ചാൽ തന്നെ ഞാനൊക്കെ മനസ്സിലാക്കുന്നിടത്തോളം വളരെ ആഴത്തിലുള്ള ഒരു JRF കപ്പാസിറ്റിയിലൊക്കെ നമുക്ക് അറബി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താരിഖുൽ അദബ് വെച്ച് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഫിഖ്ഹുൽ ലുഗയുണ്ട്, ഭാഷ രൂപപ്പെട്ട അതിൻ്റെ വഴികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൽമുൽ അസ്വാത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഇൽമുൽ ലുഗയുണ്ട്, അതുപോലെ തന്നെ നുസൂസുകളുണ്ട്. നുസൂസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര വിഷയങ്ങളാണ്. അതായത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളെ കുറിച്ച് പഠിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് അവരെ പോലെയുള്ള കഅബ് ഇബ്നു സുഹൈറിനെ പോലെയുള്ള ആളുകൾ എഴുതിയ കവിത പഠിക്കുന്നു. ഹൻസ റളിയല്ലാഹു തആല അൻഹ എഴുതിയ കവിതകളെ കുറിച്ച് പഠിക്കുന്നു. ശേഷം ജരീറും ഫറസ്ദഖും അതുപോലെ തന്നെ അഖ്തലും അവരൊക്കെ എഴുതിയ കവിതകളെ കുറിച്ച് പഠിക്കുന്നു. ശേഷം മുത്തനബിയെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം ഇബ്നു അബ്ദുർ റബ്ബയെ കുറിച്ച്, സ്പെയിനിനെ കുറിച്ച്, ഖലീൽ ജിബ്രാനെ കുറിച്ച്, അതുപോലെ തന്നെ അഹമ്മദ് ഷൗക്കയെ കുറിച്ച്, ഹാഫിൽ ഇബ്രാഹിമിനെ കുറിച്ച്, മുസ്തഫ ലുത്ഫി മംഫലൂത്തിയെ കുറിച്ച് ഒരുപാട് ആളുകളെ, അറബി സാഹിത്യത്തിന്റെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ PGയുടെ ഭാഗമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ നെസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഫലസ്തീൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് മഹ്മൂദ് ദർവേഷിനെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൽ-ആയിദു ഇലാ ഹൈഫക്ക് പോലെ എഴുതിയ ഖസാൻ കനഫാനിയെ വളരെ ഹൃദയത്തിന്റെ രക്തം കൊണ്ട് മുക്കിയെടുത്ത ചില എഴുത്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ. അതൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കാനുള്ള അവസരം. അതുപോലെ തന്നെ മൗസിം ഹിജ്റത്ത് ഇല ഷിമാൽ, അഹമ്മദ് സയ്യിബ് സാലിഹിന്റെ രചനകൾ, വളരെ ഗംഭീര രചനകൾ മുഴുവൻ നമ്മൾ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് ഓരോ സെമസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിലും 2-3 നോവലുകൾ പഠിക്കുന്നു. ഓരോ സെമസ്റ്ററിലും ഒന്നിലധികം പഴയ കവിതകൾ പഠിക്കുന്നു, പുതിയ കവിതകൾ പഠിക്കുന്നു, നാടകങ്ങൾ പഠിക്കുന്നു, ലേഖനങ്ങൾ പഠിക്കുന്നു. താഹ ഹുസൈനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു, നജീം മഹ്ഫൂദിനെ പരിചയപ്പെടുന്നു. വലിയ ഒരു ലോകമാണ് ശരിക്കും അദബുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. അതിനുമൊക്കെ അപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അറബിക് സാഹിത്യത്തിന്റെ ഒരു സാഹിത്യം എന്നതിന്റെ അപ്പുറത്ത് അതിന്റെ കൊമേഴ്ഷ്യൽ സാധ്യത, അതിന്റെ ഒരു ബിസിനസ് സാധ്യത, GCCയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ അറബിക്കിന്റെ സാധ്യത അതുകൂടെ വഫിയ സിലബസിൽ PG ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സിലബസിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ തർജ്ജമ നസ്രിയ എന്ന് പറഞ്ഞ, അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്, ഡോക്യുമെന്റുകൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ലീഗൽ ഡോക്യുമെന്റുകൾ എങ്ങനെ നിങ്ങൾക്ക് തർജ്ജമ ചെയ്യാൻ കഴിയും, അറബി ഭാഷയിൽ അറബി ലോകത്ത് അല്ലെങ്കിൽ അറബിക് ഗവൺമെന്റുകൾ എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വളരെ ആഴത്തിൽ ചെയ്യുന്നു. അതിനൊക്കെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികളുടെ ക്ലാസ് ലഭ്യമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തർജ്ജമ ഷഫഹിയ, അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കെ അത് അറബിയിലേക്കും അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഒക്കെ ട്രാൻസ്ലേഷൻ തർജ്ജമ സാധ്യമാക്കുന്ന രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന രീതി കൂടെ ഈ സിലബസിന്റെ ഭാഗമായി നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം മറ്റ് അവസാനത്തെ ശോഭയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് താരിഖ് വൽ ഹളാറയാണ്. ഇസ്ലാമിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആധുനിക ഇന്ത്യ ചരിത്രത്തൊക്കെ വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി എന്ന രീതിയിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രപിതാക്കന്മാർ ഇന്ത്യയിൽ ചെയ്തത്, എന്തൊക്കെയാണ് നമുക്കുറിച്ചുള്ള ആരോപണം, എന്താണ് അതിന്റെ വസ്തുത, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, എങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത്, എങ്ങനെയാണ് നാഷണൽ ഹിസ്റ്റോറിയൻസ് ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ചരിത്രത്തിന്റെ കാൽവെപ്പില് അതുപോലെ പകർത്തി എഴുതാൻ എന്തു ശ്രമിച്ചു, എന്നിട്ട് എന്താണ് അതിൽ നിന്ന് അവർക്ക് ലാഭമുണ്ടായത്, എന്തൊക്കെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന് നഷ്ടമുണ്ടായത് എന്നതിനെ കുറിച്ച് മുഴുവൻ പഠിക്കുന്നുണ്ട്. ഹിസ്റ്റോറിയോഗ്രഫി, മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി, അതുപോലെ തന്നെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി, ഓറിയന്റലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹിസ്റ്ററി രചനയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിയോഗ്രഫിയുടെ പ്രശ്നങ്ങൾ എന്തെയാണ്, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിയോഗ്രഫിയുടെ അതിന്റെ മെറിറ്റ് എന്താണ്, ഡിമെറിറ്റ് എന്താണ്, അതൊക്കെ മുഴുവൻ നമ്മൾ പഠിക്കുന്നുണ്ട്. താരീഖ് എങ്ങനെയാണ് ആളുകൾ രചിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുന്നു. പിന്നെ അസർ ഇസ്ലാമി, നമുക്കൊക്കെ അറിയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ വളരെ ആഴത്തിൽ, നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ വഫിയിൽ നിന്ന് ഡിഗ്രിയിൽ നിന്ന് പഠിച്ച ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് ചരിത്രമുണ്ട്. അതല്ലെങ്കിൽ സിറ അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അസിറ നബവിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ആഴത്തിൽ നമ്മൾ സീറ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്നുണ്ട്. ശേഷം ഓരോ ഖുലഫാഇനെ കുറിച്ചും 300-400
പേജുകളിലുള്ള വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഓരോ ഖലീഫമാരുടെ രീതിശാസ്ത്രങ്ങൾ, ഓരോ ഖലീഫമാരുടെ അവലിയാത്തുകൾ, ഓരോ ഖലീഫമാരുടെ ഉസൂലുകൾ, ഓരോ ഖലീഫമാർ ഉണ്ടാക്കിയെടുത്ത ഇദാരി ഡെവലപ്മെന്റുകൾ, അതൊക്കെ നമ്മൾ താരീഖിന്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഖലീഫമാരുടെ ചരിത്രം കഴിഞ്ഞാൽ ഉമവികളുടെ ചരിത്രമൊക്കെ നമ്മൾ ഒരു വായനയുടെ പുറത്ത് വായിച്ചു പോയതാണ്. ശരിക്ക് ഒരു വലിയ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെയുള്ള, മർവാനെ പോലെയുള്ള ആളുകൾ, അബ്ദുൽ മലിക്കിനെ പോലെയുള്ള, ഹിഷാം അബ്ദുൽ മലിക്കിനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ ഇസ്ലാമിക നാഗരികതയ്ക്ക് ചെയ്തു ചേർത്ത കാര്യങ്ങൾ, ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും മികച്ച ഭൂപ്രകൃതി, വിശാലമായ ഭൂപ്രകൃതി ഭരിച്ചിരുന്ന ഉമവികൾ എന്തൊക്കെയാണ് ലോകത്തിന് ചെയ്തത്. അതുപോലെ തന്നെ ശേഷം വന്ന അബ്ബാസികൾ, ഹാറൂൺ റഷീദിന്റെ കഥ നമുക്കറിയാം, ഖലീഫ മഅ്മൂന്റെ കഥ നമുക്കറിയാം, മുത്തവക്കിലിന്റെ കഥ അറിയാം, വാസഖിന്റെ കഥ അറിയാം, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ പണ്ഡിതന്മാരുടെ കഥ നമുക്കറിയാം. അതൊക്കെ ആഴത്തിൽ ഇവരൊക്കെ ലോക നാഗരികതയ്ക്ക് എന്തൊക്കെ ചെയ്തു. അബ്ബാസികൾ ഹാറൂൺ റഷീദിനെ കുറിച്ച് പറയുമ്പോൾ, ശേഷം വന്ന മഅ്മൂനെ കുറിച്ച് പറയുമ്പോൾ, അബ്ബാസികളുടെ ബൈത്തുൽ ഹക്മയെ നമ്മൾ പറയും, അതിനെക്കുറിച്ച് ആഴത്തിൽ പറയും. യവന തത്വചിന്തകൾ, അതിനുശേഷം വന്ന ഫിലോസഫി, അതിനുശേഷം വന്ന സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റോമക്കാരിൽ നിന്നും നമ്മൾ കൈമാറ്റം ചെയ്ത് ആധുനിക തലമുറക്ക് കൈമാറിയ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ഹംസത്തു വസുൽ എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം പൂർത്തീകരിച്ച ആളുകളാണ് ഇസ്ലാമിക നാഗരികത അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ. അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ, അവരുടെ സാംസ്കാരിക സമയത്ത്, സാംസ്കാരികമായ അഭിവൃദ്ധി പൂണ്ടു നിന്ന കാലത്ത് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന വലിയ വിശ്വഗുരന്മാർ, ഇമാം അബൂബക്കർ റാസിയെ പോലെയുള്ള, ഇബ്നു ബത്തൂത്തയെ പോലെയുള്ള ആള്, അവിസന്നയെ പോലെയുള്ള ആളുകൾ, ഇബ്നു സിനയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒട്ടനവധി ശാസ്ത്ര സാഹിത്യ ലോകത്തെ വലിയ വലിയ മനുഷ്യരെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ താരീഖിന്റെ ഭാഗമായി, സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അബ്ബാസികളുടെ കാലഘട്ടത്തിൽ ശേഷം വരുന്നു അന്തുലുസിന്റെ, സ്പെയിനിന്റെ കഥ. സ്പെയിനിൽ 1800 വർഷത്തോളം നമ്മൾ ഭരണം നടത്തിയ കഥ. അതിനുശേഷം ഉസ്മാനികളുടെ കഥ, 600-ലധികം വർഷം ലോകത്തെ നിയന്ത്രിച്ചിരുന്നു, പ്രത്യേകിച്ച് യൂറോപ്പിനെ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന ഉസ്മാനികളുടെ കഥ. അതേ സമയത്തു തന്നെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഘോറി കടന്നു വന്നത് മുതൽ അവസാനത്തെ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ റങ്കൂണിലേക്ക് നാട് കടത്തപ്പെടുന്ന ആ 1800 വർഷത്തെ വിശാലമായ കഥകൾ നമ്മൾ മുഗളന്മാരെ പഠിക്കും, തുഗ്ലക്കിനെ കുറിച്ച് പഠിക്കും, ഖിൽജികളെ കുറിച്ചും ലോധികളെ കുറിച്ചും അടിമവംശത്തെക്കുറിച്ചും തുഗ്ലക്കുകളെ കുറിച്ചും എല്ലാവരെ കുറിച്ചും വളരെ ആഴത്തിലാണ്, വളരെ ഗംഭീരമായിട്ടുള്ള പഠനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇതൊക്കെ പഠിക്കുന്നത് നിങ്ങൾ താരീഖുമായി ബന്ധപ്പെട്ട ഈ ഷുഅബ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്ത് വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഭരിച്ച രാജാക്കന്മാർ, പ്രത്യേകിച്ച് ലഹിറുദ്ദീൻ മുഹമ്മദ് ബാബറിന്റെ ചരിത്രം നമുക്കറിയാം. ബാബർ ഇന്ന് പ്രതിസ്ഥാനത്താണ്. സംഘപരിവാറുകൾ എഴുതുന്ന ചരിത്രത്തിൽ ബാബറിന് പ്രതിസ്ഥാനമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ശേഷം വന്ന അദ്ദേഹത്തിന്റെ പേരക്കിടങ്ങളിൽപ്പെട്ട ഔറംഗസീബിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹവും ഏറ്റവും വലിയ പ്രതിയാണ് ഇന്ത്യ ചരിത്രത്തിൽ പുതിയ കാലഘട്ടത്തിൽ. അപ്പോൾ ബാബറിനെ കുറിച്ച് എഴുതപ്പെട്ട ചരിത്രത്തിൽ എവിടെയാണ് പിശക് സംഭവിച്ചത്? എന്തായിരുന്നു യഥാർത്ഥത്തിൽ ബാബർ? ഔറംഗസീബിന്റെ ചരിത്രം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഹൈന്ദവരായ മന്ത്രിമാര്, ഹൈന്ദവരായിരുന്ന സൈന്യാധിപര്, അവരൊക്കെ ആരായിരുന്നു? എങ്ങനെയായിരുന്നു രജപുത്രരുമായിട്ട് അവരുടെ ഇടപെടലുകൾ? ഛത്രപതി ശിവജിയുമായിട്ട് ഔറംഗസീബുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള തർക്കങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടനകൾ തുടങ്ങിയ ഇന്ത്യൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വേള നമ്മളെയൊക്കെ ചരിത്രം പ്രതിപക്ഷത്താക്കി നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതിരോധത്തിലാക്കുന്ന ചരിത്രത്തിന്റെ ചില വക്രീകരണങ്ങൾ സത്യത്തിൽ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയന്മാരുടെ രചനകൾക്ക് പുറത്തുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വളരെ സജീവമായിട്ടുള്ള സപ്പോർട്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് കൂടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം? ഏതു രീതിയിലായിരിക്കണം ചരിത്രത്തെ പ്രതിനിധീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം ഇസ്ലാമിക ചരിത്രത്തെ ആളുകളുടെ മുന്നിൽ പ്രതിരോധിച്ച് നിർത്തേണ്ടത്? ഈ ചരിത്രത്തിന്റെ ഭാഗമായി ശത്രുക്കളെ എങ്ങനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താം എന്നതിനെ കുറിച്ചുള്ള പഠനമൊക്കെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഭാഗമായി വരിക. ടിപ്പു സുൽത്താൻ ഒരു വേള ഒരു 10 വർഷം മുമ്പ് ഈവൻ സംഘികൾ പോലും ടിപ്പു സുൽത്താനെ കർണാടകയിലെ ഒരു ഐക്കണായി കണ്ടിരുന്ന ആ ടിപ്പു സുൽത്താൻ കുറച്ചു കാലമായിട്ട് ടിപ്പു സുൽത്താൻ മതഭ്രാന്തനായിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരുന്നു? ടിപ്പു സുൽത്താൻ ശരിക്കും ആരായിരുന്നു? എങ്ങനെയാണ് ക്ഷേത്രധ്വംസനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? എത്ര ക്ഷേത്രങ്ങളാണ് ടിപ്പുവിന്റെ കാലഘട്ടത്തിൽ ധ്വംസിക്കപ്പെട്ടത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ ചരിത്രത്തിന്റെ ശരിക്കും ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ഡോക്യുമെന്റിന്റെ വസ്തുതയുടെ അടിസ്ഥാനത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ
പഠിക്കാൻ പോവുകയാണ്. അതിനുശേഷം കേരളത്തിലെ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട വാരിയൻകുന്നൻ്റെയും അതുപോലെ തന്നെ കുഞ്ഞഹമ്മദാജി വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള അലി മുസ്ലിയാരുടെയൊക്കെ പോരാട്ടത്തിന്റെ കഥകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. കേരളത്തിലെ മലബാർ സമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മലബാർ സമരം എങ്ങനെ മലബാർ കലാപമാവുന്നു, മലബാർ കലാപമാവുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം ആരായിരുന്നു, അല്ലെങ്കിൽ വാഗൻ ട്രാജഡി എന്തായിരുന്നു, എന്തുകൊണ്ട് വാഗൻ ട്രാജഡി ഒരു ദുരന്തമായി വിശേഷിപ്പിക്കുന്നു, തുടങ്ങിയ വളരെ ആഴത്തിൽ ശരിക്കും ചരിത്രത്തെ നമ്മൾ മറ്റൊരു ദിശയിൽ സമീപിക്കാനുള്ള ശ്രമമാണ് വഫിയയിലുള്ള PG ഡിപ്പാർട്ട്മെന്റിൽ താരീഖിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഘട്ടത്തിൽ ഈ 6 ശോഭയെ കുറിച്ച് വളരെ വളരെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ കൂടെ PG ഘട്ടത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഇൽമുത്തർബിയ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ടീച്ചിങ് പ്രാക്ടീസുകൾ, ക്ലാസ് എടുക്കുന്നതിൻ്റെ രീതികൾ, എങ്ങനെയാണ് അധ്യാപന മേഖലയിലേക്ക് പോകേണ്ടത്, നിങ്ങൾക്ക് തന്നെ ഒരു BEd നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും മറ്റതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ക്ലാസ്സുകൾക്കും മറ്റതൊക്കെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെ റെഗുലറായിട്ട് ചില സമയങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ ക്യാമ്പിനോ മറ്റോ വിളിച്ച് നിങ്ങൾക്ക് നിശ്ചിത ദിവസങ്ങളിൽ അതിൻ്റെ ട്രെയിനിങ്ങുകൾ നൽകും. കേരളത്തിലെ ഏറ്റവും മികച്ച ആളുകളായിരിക്കും ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ക്ഷണിക്കപ്പെടുക. അതോടുകൂടെ വഫിയ ഘട്ടത്തിൽ നിങ്ങൾ വഫിയയിലൊക്കെ PGയിൽ ഒരു 100 പേജ് ഡിസർട്ടേഷൻ ഉണ്ട്. ഏറ്റവും മികച്ച വിഷയങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളല്ലെങ്കിലും PG ആണല്ലോ ചെയ്യുന്നത്, PG ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിങ്ങൾ PG ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഏരിയയിൽ കൂടുതൽ വായന വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. ചില പ്രോബ്ലംസ്, അതിന് സൊല്യൂഷൻ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. ആ ഏരിയയിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഏറ്റവും മികച്ച ഒരു ഗ്രന്ഥരചന നടത്താൻ കൂടെ നിങ്ങൾ നിർബന്ധമായും അവസരം ലഭിക്കുകയാണ്. PGയിൽ വഫിയിലൊക്കെ PGയിൽ കുട്ടികൾ ചെയ്യുന്ന റിസാലയുടെ കനം, അതൊക്കെ പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ചില ആളുകളൊക്കെ ചെയ്യുന്ന റിസാല അതിന്റെ ഭാഗമായാണ് പുറത്തു നിന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ 4 കെട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, MT യുടെ 4 കെട്ട്. ഒരു വഫി വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ റിസാലയുടെ ഭാഗമായി ചെയ്തതാണ്. പിന്നീട് സൗദിയിലെ ഏറ്റവും വലിയ പബ്ലിഷർമാരിൽ ഒരു ടീമായിട്ടുള്ള ആളുകൾ അത് മദാരിക് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് ബ്യൂറോ അത് പ്രസിദ്ധീകരിച്ച് അതിന് റോയൽറ്റി ഒക്കെ നൽകിയിട്ടാണ് ആ കുട്ടിയുടെ അടുത്തുനിന്ന് വാഫിയുടെ അടുത്തുനിന്ന് അദ്ദേഹത്തിന്റെ രചന സ്വീകരിച്ചത്, പബ്ലിഷ് ചെയ്തത്. അങ്ങനെ ഒരുപാട് രചനകൾ, ഫത്താത്തുൻ തൻഷുറുല്ലോ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന പത്മനാഭന്റെ കൃതി, അത് വാഫിയുടെ റിസാലയുടെ ഭാഗമായിരുന്നു. ഒരുപാട് ആളുകൾ റിസാലയുടെ ഭാഗമായി ചെയ്യുന്ന കനപ്പെട്ട ഗ്രന്ഥങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രസിദ്ധീകരിക്കുകയും അതൊക്കെ അക്കാദമിക ലോകത്ത് വെളിച്ചം കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം 2 വർഷം നിങ്ങൾ ഗൗരവത്തിൽ ചെയ്യുന്ന, 2 വർഷം എന്നുള്ളത് ഡിസ്റ്റൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ സമയം നീട്ടിക്കിട്ടുമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ ആഴത്തിൽ, വളരെ ഗഹനതയിൽ, വളരെ ഗംഭീരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കാദമിക മേഖലയിൽ നിങ്ങളുടേതായ ഒരു സ്ഥാനം കണ്ടെത്താനും അതുവഴി ഒരു പുതിയ ഒരു വൈജ്ഞാനിക ഒരു പാരമ്പര്യത്തിന് നിങ്ങളതിൻ്റെ ഭാഗമായി തീരാനും സാധിക്കും. ആ ഒരു വഴിയിലേക്കാണ് വഫിയ അല്ലെങ്കിൽ വഫിയ ഡിസ്റ്റൻസ് പേജിലേക്ക് നമ്മൾ ആളുകൾ ക്ഷണിക്കുന്നത്. ഒരുപാട് അവസരങ്ങളുണ്ട്. അതിൻ്റെ പുറമെ തഷ്രീബ്, നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ വഫിയ കലോത്സവങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഗവാക്കാവാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു സാമൂഹിക കാര്യങ്ങളിൽ മറ്റു ക്ലാസ്സുകൾ അതൊക്കെ നിർവഹിക്കാൻ കഴിയും. അങ്ങനെയുള്ള അവസരങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവഴി ചെയ്യുന്നത്. പുതിയ രീതി അനുസരിച്ച് വഫിയ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ആളുകൾ വഫിയയായി പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഫിയ അധ്യാപികയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഇനി PG കഴിഞ്ഞ ആളുകളെ മാത്രമായിരിക്കും. കാരണം ഡിഗ്രി വാഫിയാവണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിയുന്നത് പോലെ വഫിയകൾ പൂർണ്ണയായ വഫിയായിട്ട് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഗ്രി കഴിഞ്ഞ് PG കൂടെ കഴിയേണ്ട രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ നിങ്ങളും ഒരു പൂർണ്ണയായ വഫിയയായിട്ട് മാറാനും ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിൽ നിങ്ങളുടെ അഭിരുചിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല വിഷയം, അത് ഫിഖ് ആവാം, അത് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഫിഖ് ആകാം, അത് ഫിനാൻസുമായി ബന്ധപ്പെട്ട മുആമലാത്തുമായി ബന്ധപ്പെട്ട ഫിഖ് ആകാം, അതല്ലെങ്കിൽ കിതാബ് വസുന്ന ഫിഖ് തഫ്സീർ ആകാം, ഹദീസ് ആകാം, അതുപോലെ തന്നെ അഖീദുമായി ബന്ധപ്പെട്ടതാകാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ താരീഖുമായി ബന്ധപ്പെട്ടതാകാം, അതുമല്ലെങ്കിൽ ഗൾഫിലേക്ക് സാധ്യതകൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അറബി ഭാഷയുടെ അതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ, അതിൻ്റെ ഒരു ബലാഗ, അതിൻ്റെ ഒരു സ്റ്റൈലും മറ്റതൊക്കെ മനസ്സിലാക്കാനുള്ള അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യമാവാം. ഏതായാലും നിങ്ങളുടെ അഭിരുചിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല PG നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ള അവസരം കാണണം. ഏറ്റവും നല്ല ഫാക്കൽറ്റികളെയാണ് മേഖലയിൽ
നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ആളുകളുടെ ക്ലാസ്സുകളാണ് ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിൽ നമുക്ക് വലിയ ആഴത്തിലുള്ള വിവരങ്ങൾ, വലിയ ആഴത്തിലുള്ള അറിവുകൾ അള്ളാഹു അവൻ്റെ ഓശാരമായിട്ട് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.